ഹലോ, അസ്സാം വലൈക്കും. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മോളാണ് കേട്ടോ വരുന്നത്. 10ാം ക്ലാസ്സിൽ ലാസ്റ്റ് ഡേ ആണെന്ന്. വലിയ ഹാപ്പി ആയിട്ടൊക്കെയാണ് വരുന്നത്. പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതി എന്ന് പറയുന്നു. പടച്ചോനറിയാം മാർക്ക് വരുമ്പോൾ എല്ലാം പടച്ചോൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ ഇങ്ങനെ വെറുതെ കിച്ചണിൽ നിന്ന സമയത്ത് ഇങ്ങനെ പാടിയപ്പോൾ ഒന്ന് റെക്കോർഡ് എടുത്ത് ഇട്ടതാണ് കേട്ടോ. അല്ലാണ്ട് പാട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം. മുത്തായദീനിൻ മാതൃക മഹിള ഫാത്തിമ, മുത്ത് റസൂലിൻ കരളിൻ്റെ കഷ്ണം ഫാത്തിമ, തങ്കമാർന്ന പെൺകൊടി മങ്കമാരിലെ റാണി, താരങ്ങൾ പൂത്തപ്പോൾ ചിരി തൂകും സുന്ദരി, അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അല്ലാൻ്റെ ദൂതരെ പൂമോള് ഫാത്തിമ, അലിയാർ തങ്ങൾക്ക് ഇണയൊത്ത ഫാത്തിമ. വെറുതെ പാടിയതാണ് കേട്ടോ. ചുമ്മാ കിച്ചണിൽ നിന്ന സമയത്തൊന്ന് പാടിയതാണ്. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഉണ്ടായിരുന്ന കാപ്പി കണ്ടു കാണും. ഇടിയപ്പവും കിഴങ്ങ് കറിയാണ്. കിഴങ്ങിൽ നമ്മൾ കാടമുട്ട ഇട്ട് ഒന്ന് റെഡിയാക്കിയതാണ് കേട്ടോ. കാരണം ചൂട് സമയമല്ലേ, അപ്പോൾ സാധാ മുട്ട വാങ്ങിച്ചില്ല, കാടമുട്ട വാങ്ങിച്ചു. അത് കുട്ടികൾക്കൊക്കെ നല്ലതാണ് ശരീരത്തിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ വാങ്ങിച്ചിട്ടതാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. സംഭവം അത് വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിലും ഗുണങ്ങളേറെയാണ്. പിന്നെ ഉള്ളത് നോമ്പ് തുറയൊക്കെ ഇന്നത്തെ ദിവസമൊക്കെ ഇങ്ങനെയൊക്കെയാണ് പോയത്. കാരണം ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ആയിട്ട് പോയി. ഗ്രേപ്പ് ജ്യൂസാണ്. പിന്നെ കുറച്ച് ഐറ്റംസ്, 2 മാങ്ങ എങ്ങാണ്ട് ഫ്രിഡ്ജിൽ കിടന്നു, അതിനെയൊക്കെ ചെത്തിപ്പറക്കി വെച്ചു. അപ്പോൾ നോമ്പ് തുറയൊക്കെ അൽഹംദുലില്ലാ ഹയറായിട്ട് പോയി. ഈ മുട്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു കോള് വന്ന് തിരിച്ച് വിളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും മുട്ട എല്ലാം പൊട്ടിച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ജോലി എനിക്ക് എളുപ്പമായി. പിന്നെ അതൊന്ന് കറിയിലൊക്കെ എടുത്തിട്ടൊന്ന് റെഡിയാക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ തുറന്നു. അൽഹംദുലില്ലാ ഇന്ന് റെഡിയായിരുന്നു. പാട്ട് കേട്ടിട്ട് ആരും എന്നെ പൊങ്കാല ഇടാൻ വരരുത്. ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, വെറുതെ ഇരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞും കൊണ്ട് ഒന്ന് മൂളിയതാണ്. ഇടിയപ്പം എനിക്ക് ഭയങ്കര പാടുള്ള സംഭവമായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഇടിയപ്പം അവിക്കുമ്പോഴേ എനിക്ക് ദേഷ്യമാണ്. കാരണം ഇടിയപ്പം എന്ന് വെച്ചാൽ മിക്കപ്പോഴും പണ്ടൊക്കെ അവിക്കുമ്പോൾ അതിങ്ങനെ കട്ട കെട്ടി വലിയ നമ്മളെ വലിയ ഇതില്ലേ എൻ്റെ അരിപ്പ്, അതിലൊന്ന് റെഡിയാക്കിയതിന് ശേഷം പിന്നെ കുഞ്ഞരിപ്പിലിട്ട് മാത്രമേ എനിക്ക് റെഡിയാക്കാൻ പറ്റുള്ളായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഇടിയപ്പം എന്നുള്ള സാധനം റെഡിയായി വരത്തേയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനല്ല കേട്ടോ. ഇപ്പം എനിക്ക് ഏറ്റവും എളുപ്പം ഇടിയപ്പമാണ് അവിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് പഠിച്ചെടുത്തു. നമ്മളെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റെഡിയാകില്ല എന്ന് പറഞ്ഞിരുന്നാൽ അതൊരു കാലം റെഡിയാവില്ല. പക്ഷേ നമുക്ക് വാശിയോടുകൂടി നമുക്ക് അതെങ്ങനെയെങ്കിലും റെഡിയാക്കി എടുക്കണം എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാം റെഡിയാകും എന്നുള്ളതിനൊരു ഉദാഹരണം കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.